ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചത്. ചിക്കൻ കറിയും ചിക്കൻ വരട്ടിയതും. ഒറ്റ കറിയിൽ ചിക്കനിൽ നിന്ന് രണ്ട് സെറ്റായിട്ട് മാറ്റിയെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിങ്ങനെ മസാല ചേർത്ത് വെച്ചതാണ് കേട്ടോ. മസാല അത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് വെച്ചതാണ് മസാല. ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ചിക്കൻ ഇതുമാതിരി സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ നല്ല ഉപ്പൊക്കെ പിടിച്ച് കിട്ടും മസാലയും. ഇനി ഇതാ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ അമ്മ വലിയ ജീരകമാണ് ഇടുന്നത്. പിന്നെ ഉലുവ, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇത് അമ്മയുടെ സ്റ്റൈൽ ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ചിക്കൻ്റെ എന്താ പറയുക ഗ്രേവി ഉണ്ടല്ലോ, അതും വേണം, ചിക്കൻ വരട്ടിയ പോലെ ആക്കണം. അപ്പോൾ രണ്ടും കൂടെ ഒരൊറ്റ കറിയിൽ നിന്ന് എടുക്കാനാണ് തീരുമാനിച്ചുള്ളത്. ഇനിതാ ഈ ഗോൾഡൻ ബ്രൗൺ കളറിലാവുമ്പോൾ നമ്മുടെ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഏകദേശം ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി, പച്ചമുളക് അതൊക്കെ ഉണ്ടല്ലോ, തക്കാളിയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകാണ് കേട്ടോ കൂടുതൽ ചേർത്തിട്ടുള്ളത്. ഞങ്ങൾ മുളക് പൊടി കുറച്ചിരിക്കുകയാണ്, പച്ചമുളക് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കറിയൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും, കുരുമുളക് ചതച്ചതും. അപ്പോൾ നമ്മുടെ എരിവ് ബാലൻസായി വരും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ സെറ്റാക്കി വെച്ച മസാലക്കൂട്ടൊക്കെ ചേർത്ത് വെച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനിലേക്ക് എരിവും എന്താ പറയുക എരിവും അതുപോലെ തന്നെ മല്ലിയുടെയും മഞ്ഞളുടെയും ഉപ്പിൻ്റെയും ഒക്കെ ഒരു ഇതുണ്ടല്ലോ കൂട്ട് ഒക്കെ സെറ്റായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി ചിക്കൻ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ തന്നെ അറിയാം. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കഷ്ണം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് നല്ലോണം ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. ആ വെന്ത് വരണവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേ ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ്റെ കഷ്ണമൊക്കെ നമുക്ക് ഉടയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് കറി അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി എന്നതിലും. അടുത്തത് ഈ ബാക്കിയുള്ള വെള്ളം ഇനി നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് മല്ലിച്ചപ്പിൻ്റെ ഇല അരിഞ്ഞിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഇട്ടാലാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ. ഏത് കറിക്കും നമ്മുടെ നോൺ വെജിൻ്റെ കറികൾക്കൊക്കെ മല്ലിച്ചപ്പ് ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ. മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ എല്ലാം കൂടി നന്നായിട്ട് ഇതിലൊന്ന് മിക്സായി കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചിക്കൻ വരട്ടിയ ഒരു ടൈപ്പ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ എന്തെങ്കിലും പൊറോട്ടയോ പത്തിരിയോ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ് വരട്ടിയതും കൂടെ ചേർക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഒരു കറിയിൽ നിന്ന് രണ്ടെണ്ണമാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാ കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചതച്ച കുരുമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അര ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ കുരുമുളകൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വറ്റിവെട്ടത് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വരട്ടിയതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാം. പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.